ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് റിഗ്രഷൻ ഇക്വേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും അല്ലേ. എക്സ് ഓൺ വൈ കാണുന്ന ഇക്വേഷൻ പറഞ്ഞ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞ എക്സ് ഓൺ വൈ കാണുന്ന ഇക്വേഷൻ എക്സ് മൈനസ് പറഞ്ഞോളൂ. പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞു. എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ വൈ മൈനസ് വൈ ബാർ അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സ് ഓൺ വൈ കാണാനും വൈ ഓൺ എക്സ് കാണാനും എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി ബി എക്സ് വൈയും ബി വൈ എക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ കാണാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇക്വേഷൻ പഠിച്ചു. ലൈൻ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. അതൊന്നും ഇല്ലാതെയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബി വൈ എക്സും ബി എക്സ് വൈ. എങ്ങനെയാണെന്നറിയോ? നമ്മുടെ കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ബി വൈ എക്സ് കാണാനായിട്ട് ആറിനെ, ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ എന്ന് പറഞ്ഞ ലെറ്റർ എന്താ? കോറിലേഷന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു ചെയ്യുക. മനസ്സിലായോ? ആ സിഗ്മ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നടത്തും കേട്ടോ. അപ്പോൾ ബി വൈ എക്സ് കാണാനായിട്ട് ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ചെയ്താൽ നമുക്ക് ബി വൈ എക്സ് കിട്ടും. ഇനി ബി എക്സ് വൈ കാണാനോ സെയിം ഇക്വേഷനാണ്, പക്ഷെ മോളിൽ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല വരിക, പിന്നെ എന്തിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് വരിക? അതായത് ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ബി വൈ എക്സ് കാണാൻ എന്ത് ചെയ്യണം? ബി വൈ എക്സ് അല്ലേ, അപ്പോൾ വൈ മുകളിലും എക്സ് താഴെയും. ബി എക്സ് വൈ വരുമ്പോൾ എക്സ് മുകളിലും വൈ താഴെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബി വൈ എക്സ് കാണാൻ ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ബി എക്സ് വൈ കാണാൻ ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഇത് എക്സാമിന് എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് താഴെ തന്നിട്ടുള്ള ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് വൈ രണ്ട് വേരിയബിൾ ഉണ്ട്. എക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ 36ആണ്. എക്സിൻ്റെ മീനെ നമ്മൾ എന്താ വിളിക്കുക? എക്സിൻ്റെ ആവറേജിന് എന്താ പറയുക? എക്സിൻ്റെ മീന് എക്സ് ബാർ. എന്താ പറയുക? എക്സ് ബാർ. അപ്പോൾ വൈൻ്റെ അരിത്തമെറ്റിക് മീനോ? വൈ ബാർ. അപ്പോൾ എക്സ് ബാർ ആണ് 36, വൈ ബാർ ആണ് 85. അതോടെ കിടക്കട്ടെ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഉണ്ട് 11, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11ഉം വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8ഉമാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റിലോട്ട് പോകാം. കോറിലേഷൻ തന്നിട്ടുണ്ട്. കോറിലേഷൻ എത്ര? എക്സിൻ്റെ വൈൻ്റെ കോറിലേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.66. ഫൈൻഡ് ദ ടു റിഗ്രഷൻ ഇക്വേഷൻ. നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷനും ഇവിടെ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ വൈ ഈസ് ഈക്വൽ ടു 75. അതായത് വൈ 75 ആണെങ്കിൽ എക്സ് എത്ര, അത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അവിടെ വൈയുടെ പ്ലേസിൽ 75 ഇട്ട് കൊടുത്താൽ മതി, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ കാണാൻ പറയുന്നത് രണ്ട് എന്താ? യെസ്, എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈയിൽ വൈയുടെ പ്ലേസിൽ 75 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷനും ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എടുത്ത് എഴുതാം. അപ്പോൾ എക്സിൻ്റെ മീനെ നമ്മൾ എന്താ വിളിക്കുക? എക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്താ പറയുക? അപ്പോൾ എക്സ് ബാർ 36, വൈ ബാർ 85. ഡൗട്ടില്ല. അപ്പോൾ അത് ആദ്യം എടുത്ത് എഴുതി. എക്സ് ബാർ 36, വൈ ബാർ 85. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? എത്രയാണ്? 11. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 8. ഓക്കെ അല്ലേ? ഇനി ബി വൈ എക്സും ബി എക്സ് വൈ നമുക്ക് ആദ്യം കണ്ടുവയ്ക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിയുള്ള എളുപ്പത്തിൽ ചെയ്യാമല്ലോ. ബി വൈ എക്സ് എങ്ങനെ കാണാമെന്ന് പറഞ്ഞേ? വെരി ഗുഡ്. ആർ ഇൻറ്റു മുകളിൽ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറഞ്ഞാൽ അടിയിൽ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആറ് എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര കോറിലേഷൻ? 0.66 ഇൻറ്റു വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ? 8ആണ്. എക്സിൻ്റെ 11 ആണ്. അപ്പോൾ 0.66 ഇൻറ്റു 8/11 ചെയ്യുമ്പോൾ നമുക്ക് 0.48 എന്ന് കിട്ടും. ഇനി ബി എക്സ് വൈ കാണണമെങ്കിലോ ആർ ഇൻറ്റു എന്ത് വരും? വൈ. അപ്പോൾ ആറ് 0.66 ആണ് ഇൻറ്റു എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11 ആണ് ബൈ 8. അതായത് നേരത്തെ 8/11 ചെയ്ത് ഇവിടെ 11/8 ചെയ്യുക. അപ്പോൾ 0.91 കിട്ടും. നമുക്ക് എല്ലാം കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. വൈ ഓൺ എക്സ് കാണാം ആദ്യം. വൈ ഓൺ എക്സ് ആണുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ.
അപ്പോൾ വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ വൈയുടെ മീൻ എത്രയാണ് 85 ഈക്വൽ ടു ബി വൈ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.48 ഇൻറ്റു എക്സ് മൈനസ് എക്സിൻ്റെ ബാറ് 36. അപ്പോൾ വൈ മൈനസ് 85 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക 0.48 എക്സ് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 0.48 എക്സ് വരും. 0.48 36 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. എന്നിട്ട് മൈനസ് 85 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ പ്ലസ് 85 ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഒരു ഇക്വേഷൻ ഫൈനൽ ആൻസർ കിട്ടും. y ഈസ് ഈക്വൽ ടു 0.48 എക്സ് പ്ലസ് 67.72 എന്ന് കിട്ടും. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സെറ്റ് ആണല്ലോ അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ ആണ്, പക്ഷെ അവിടെ ബി വൈ എക്സും ബി എക്സ് വൈ നമ്മൾ സെപ്പറേറ്റ് എക്സ് വൈ എക്സ് സ്ക്വയർ ഒക്കെ വെച്ച് കണ്ടുപിടിച്ചു അല്ലേ. ഇവിടെ അതൊന്നും വേണ്ട. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും വെച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈ ഓൺ എക്സ് കഴിഞ്ഞു. അടുത്ത എക്സ് ഓൺ വൈ കണ്ടുപിടിച്ചാലോ? എക്സ് ഓൺ വൈ കാണുന്ന ഇക്വേഷൻ പറഞ്ഞേ. വെരി ഗുഡ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഈക്വൽ ടു ബി എക്സ് വൈ 0.91 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ 85. അപ്പോൾ എക്സ് മൈനസ് 36 ഈസ് ഈക്വൽ ടു 0.91 വൈ വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 0.91 വൈ. 0.91 85 വെച്ച് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് മൈനസ് 36 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 36 ആവും. പിന്നെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 0.91 വൈ മൈനസ് 41.35. അവിടെ വരെ ക്ലിയർ ആയ എല്ലാവർക്കും അപ്പോൾ എയുടെ ആൻസർ കഴിഞ്ഞു. എ എന്ന് പറയുന്ന 2 റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു. ക്ലിയർ ആയോ? ഇനി നമുക്കൊരു ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ? എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സ് കണ്ടുപിടിക്കണം വൈ എത്രയാകുമ്പോൾ 70. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷനിൽ ചെയ്യണം. അപ്പോൾ എക്സ് ഓൺ വൈയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ അതല്ലേ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0.91 ഇൻറ്റു വൈയുടെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കണം? 75. കാരണം വൈ 75 ആകുമ്പോൾ എന്നല്ലേ ചോദിച്ചേക്കണേ. അപ്പോൾ 0.91 ഇൻറ്റു 75 മൈനസ് 41.35 ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 26.9 കിട്ടും. ക്ലിയർ ആയോ? എല്ലാവർക്കും സെറ്റ് ആയില്ലേ? ഓക്കെ. അടുത്താണ് ഫ്രം ദ ഫോളോയിങ് റിസൾട്ട്സ് എസ്റ്റിമേറ്റ് ദ yield ഓഫ് ക്രോപ്സ് വെൻ ദ റെയിൻഫോൾ ഈസ് 22 centimeters ആൻഡ് റെയിൻഫോൾ വെൻ ദ yield ഈസ് 600 kilograms. അവിടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, കോറിലേഷനും തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ വൈയുടെ മീൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? വൈയുടെ മീൻ എന്ന് പറഞ്ഞാൽ വൈയുടെയാണ്, വൈയുടെ മീനാണ് വൈ ബാർ. എക്സിൻ്റെ മീൻ എക്സ് ബാർ. അപ്പോൾ 26.7. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 4.6, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 4.6, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 36.8, കോറിലേഷൻ 0.52. അപ്പോൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മളോട് കാണാൻ പറഞ്ഞേക്കണേ, നോക്കി നിങ്ങൾ. എസ്റ്റിമേറ്റ് ദ yield ഓഫ് ക്രോപ്സ്, അതായത് വൈ കാണണം, വെൻ ദ റെയിൻഫോൾ ഈസ് 22 centimeter. കണ്ടോ? അതായത് റെയിൻഫോൾ എന്ന് പറയുക എക്സ് അല്ലേ. എക്സ് 22 ആണെങ്കിൽ yield ഓഫ് ക്രോപ്സ് വൈ എത്ര? അപ്പോൾ വൈ ഓൺ എക്സ് ആണ്. അതുപോലെ റെയിൻഫോൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. yield 600 ആകുമ്പോൾ, അതായത് വൈ 600 ആകുമ്പോൾ എക്സ് എത്ര? അപ്പോൾ ഇവിടെ ഏതൊക്കെ ഇക്വേഷൻ ഫോം ചെയ്യണം? 2 ഇക്വേഷനും ഫോം ചെയ്യണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ എല്ലാവർക്കും? എന്നിട്ട് പറയണോ? അതായത് ആദ്യം പറഞ്ഞേക്കണേ, എസ്റ്റിമേറ്റ് ദ yield ഓഫ് ക്രോപ്സ് വെൻ ദ റെയിൻഫോൾ ഈസ് 22 centimeter. അതിൻ്റെ അർത്ഥം എന്താ? റെയിൻഫോള് 22 centimeter ആകുമ്പോൾ yield ഓഫ് ക്രോപ്പ് എത്രയായിരിക്കും? yield ഓഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ yield എന്ന് പറഞ്ഞാൽ ഏത് ലെറ്ററാ? വൈ എത്രയായിരിക്കും? റെയിൻഫോൾ എന്ന് പറയുന്നത് എക്സ് അല്ലേ. അപ്പോൾ എക്സ് 22 ആണെങ്കിൽ വൈ എത്ര? നമ്മൾ നേരത്തെ ചെയ്തില്ലേ? വൈ 75 എക്സ് കണ്ടുപിടിച്ചില്ലേ? അതേപോലെ അതന്നെ. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാം. വൈ ഓൺ എക്സിൽ വൈ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 22 ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഇക്വേഷൻ കിട്ടും. അടുത്തത് നോക്കി. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ദ റെയിൻഫോൾ കണ്ടുപിടിക്കണം വെൻ ദ yield ഈസ് 600. yield എന്ന് പറയുന്നത് വൈ അല്ലേ. വൈ 600 ആകുമ്പോൾ റെയിൻഫോൾ എത്ര? എക്സ് എത്ര? അപ്പോൾ എക്സ് ഓൺ വൈ കാണാം. അപ്പോൾ 2 ഇക്വേഷൻ ഫോം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആയോ? ഇപ്പോൾ ആൻസർ ഉണ്ട്.
ആ വൈൻ്റെ അല്ലല്ല എക്സിൻ്റെ അവിടെ 22 വൈൻ്റെ അവിടെ 600. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യും. യെസ്. ഇനി നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് BYXും BXYയും തന്നിട്ട് ചിലപ്പോൾ 6 കാണാൻ പറയും, കോറിലേഷൻ കാണാൻ പറയും. 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ കാണുമ്പോൾ വളരെ സിമ്പിളാണ് 6 കാണാൻ. റൂട്ട് ഓഫ് BYX ഇൻറ്റു BXY ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് BYX ഇൻറ്റു BXY. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് 6 ഇഫ് BYX ഈസ് ഈക്വൽ ടു -0.2 BXY ഈസ് ഈക്വൽ ടു -0.7. അപ്പോൾ 6 കാണാൻ റൂട്ട് ഓഫ് എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് BYX ഇൻറ്റു BXY. അപ്പോൾ -0.2 ഇൻറ്റു -0.7. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പോൾ +0.14. നമുക്കറിയാം ഏതൊരു നമ്പറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അത് പ്ലസ് ഓർ മൈനസ് ആവാം. അപ്പോൾ ആൻസറിൽ നിങ്ങൾ പ്ലസ് ഓർ മൈനസ് 0.37 കൊടുത്താൽ മതി കേട്ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഇതിപ്പോൾ 16ൻ്റെ റൂട്ട് എത്രയും ചോദിച്ചാൽ അതെന്താവാം? +4 ആവാം. അതുപോലെ തന്നെ -4 ആയിക്കൂടെ? -4 ഇൻറ്റു -4 16 അല്ലേ? ക്ലിയർ ആയി രാജേന്ദ്ര ചേട്ടൻ? ക്ലിയർ ആയോ? അതാണ് കേട്ടോ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ആൻസറിലിടാം കേട്ടോ. അടുത്തത് നോക്കി, ഇഫ് BYX തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ, എന്നിട്ട് 6 കാണാം. അപ്പോൾ നേരത്തെ ചെയ്ത ഇക്വേഷനുകൾ ചെയ്താൽ മതി. BYX ആണ് ഒരു ഇക്വേഷനിൽ പഠിച്ചിട്ടില്ലേ? 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. 6നെ അവിടെ നിർത്തിയിട്ട് 6 കണ്ടുപിടിച്ചാൽ മതി. അതായത് BYX നിങ്ങൾക്കറിയാം 0.83 ആണ്, ഈക്വൽ ടു 6 അറിഞ്ഞുകൂടാ, 6 എന്ന് കൊടുക്കുക, ഇൻറ്റു വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ വരെ BYX ആണുമ്പോൾ BYX ആണ്, വൈ ആണ് മുകളിൽ വരിക അല്ലേ? അപ്പോൾ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര? 12, എക്സ് 20. അപ്പോൾ 6 ഇൻറ്റു 12. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടല്ലേ? ഓക്കെ ശരി. അപ്പോൾ 12/10 അല്ല വരണേ അല്ലേ? 12/20 ആണോ? ക്വസ്റ്റ്യനിലാണ് മിസ്റ്റേക്ക് അല്ലേ? ഓക്കെ 20 അല്ല, അവിടെ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് അവിടെ എത്രയാണ്? 10 ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ 0.83 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ് മുകളിൽ വരിക, കാരണം BYX ആയതുകൊണ്ട്. അപ്പോൾ 12/10 വരും. ഓക്കെ അല്ലേ? 12/10 ചെയ്യുമ്പോൾ നമുക്ക് 1.2 എന്ന് കിട്ടും. അപ്പോൾ 6ൻ്റെ അവിടെ നിർത്താം. അപ്പോൾ 0.83 ഡിവൈഡ് ബൈ 1.2 അല്ലേ? 0.78. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഇതിനകത്തൊരു ഡിഫറൻസ് തിയറി പഠിക്കാനുണ്ട്. റിഗ്രഷനും കോറിലേഷനും ഉള്ള ഡിഫറൻസ്. ഞാനിപ്പോൾ ഓൾറെഡി PDF നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഇല്ലേ ഓരോ ചാപ്റ്റർ വൈസ്, അതിനകത്ത് ആ ഡിഫറൻസ് കിടപ്പുണ്ട്. നമുക്ക് ലാസ്റ്റ് തിയറീസ് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ?